നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 788 788. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം 19-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് യയാതി മോക്ഷ നിരൂപണം. യയാതി ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയായിരുന്നു. ലോകത്തെ വൻകരകളെ 7 വൻകരകളുടെയും ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ മോക്ഷ നിരൂപണം, മോക്ഷം കിട്ടി അങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. ശ്രീശുക ഉവാച. ശ്ലോകം 1. സയിത്തം ആചരൻ കാമാൻ സ്ത്രൈണോ അവഹന്നവമാത്മന ബുദ്ധ്വാ പ്രിയായൈ നിർവിണ്ണോ ഘാതാമേതാമഗായധ. അതായത് സ്ത്രീവശനായ അവൻ ഇപ്രകാരം കാമങ്ങളെ ആചരിക്കുന്നവനായിട്ട് തൻ്റെ താണനിലയെ ബോധിച്ചിട്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കായി അവിടെ, താണനിലയെ. ഒരു വ്യക്തിയുടെ താണനില എന്താ? ജീവിതം അടിച്ചു പൊളിക്കാനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ അധപ്പതിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ല, ജീവിതം മോക്ഷേച്ഛുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ ഈശ്വരൻ തന്ന ഈ ശരീരം ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈശ്വരീയ ചിന്താഗതികളിൽ കൂടെ എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ആരെയും മനസ്സാ വാചാ കർമ്മണ ഉപദ്രവിക്കാതെ കണ്ട് എല്ലാം ഈശ്വരാംശജരാണ് എന്നുള്ള ബോധത്തിൽ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പട്ടാമ്പിയനെ പേപ്പട്ടിയൊന്നും കടിച്ചിട്ടില്ല. പറഞ്ഞില്ലേ? ചിലവരങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, ഇയാൾക്ക് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല. ആദ്യം മുതൽക്ക് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നുകൂടെ ഞാൻ ജീവിച്ചു വന്ന ഒരാളാണ്. ഈശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ആൾക്കാർ എന്നെ വീഴാതെ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സത്യത്തിൽ ഈശ്വരൻ ഈശ്വരി എന്നുള്ളതില്ല, ഈശ്വരീയതയാണ്. ടു ബി കൈൻഡ് ടു ആൾ. അപ്പോൾ ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ ഈശ്വരാംശജരാണെന്ന് പറയുമ്പോൾ പട്ടാമ്പിയും ഇത് കേൾക്കുന്ന നിങ്ങളും സത്തും അസത്തുക്കളുമായിട്ടുള്ളവരും എല്ലാം ഈശ്വരാംശജരാണ്. ആ ഒരു ബോധം ഉണ്ടാവണം, മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, തൻ്റെ താണനിലയെ ബോധിച്ചിട്ട്. മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓ, ഞാൻ പോരാത്തവനാണോ? അങ്ങനെയല്ല. സ്വയം ബോധം വരണം. ഞാൻ അധപ്പതന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ മുക്തനാവണം, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ ബോധിച്ചിട്ട് വിരക്തനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിരക്തി വരണം. എന്നിട്ട് പറയണു, ഈ കഥയെ പ്രിയയ്ക്കായിക്കൊണ്ട് ഗാനം ചെയ്തു. തൻ്റെ ഭാര്യയായിരിക്കുന്നവൾക്ക് വേണ്ടി ഗാനം ചെയ്തു പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. 19-ാം അധ്യായത്തിൽ വിഷയവിരക്തനായ യയാതി വനത്തിൽ വസിച്ചു ഭക്തിയോഗത്താൽ മുക്തനായ ചരിതം വിവരിക്കുന്നു. ഭാര്യയായ ദേവയാനിക്കും വിരക്തി ഉറയ്ക്കുവാനായി രാജാവ് ഭാര്യാഭർത്താക്കന്മാരായ തങ്ങളുടെ ചരിതത്തെ ഇണചേർന്ന് സഞ്ചരിച്ച ആടുകളുടെ ചരിതത്തോടെ സാദൃശ്യപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കഥ സ്വഭാര്യയോട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പേ പുരുഷൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പറഞ്ഞ വിഷയമാണ്.
ശ്രീ ശുഗൻ അരുളി ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രിയാമ്പിൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ എന്താണെന്നാ പറയുക, അർത്ഥതലത്തിലേക്ക് ഊഴ്ന്നിറങ്ങുക ചെയ്യണത്. സ്ത്രീക്ക് അധീനനായ ആ യയാതി രാജാവ് കാമസുഖങ്ങളെ ബഹുകാലം അനുഭവിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ആത്മവിചാരം ചെയ്യാതെ ഇരുന്ന ആത്മാവിനെ പറ്റി വിചാരിക്കുക. ആ ആത്മാവാണ് പരബ്രഹ്മം, ആ ആത്മാവാണ് ശിവൻ, രാമൻ, കൃഷ്ണൻ, എന്തൊക്കെയുണ്ടോ അതൊക്കെ പര്യായങ്ങളാണ്. ഇത് ഞാൻ 95 തന്നെ ശിഷ്യപ്പെട്ടപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ എന്നെ ആൾക്കാർ ചവിട്ടി തേച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ബോധവാനല്ല. ഞാൻ പറഞ്ഞതിൽ ഞാൻ സ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയണു, ആത്മവിചാരം ചെയ്യാതെ ഇരിക്കുന്ന തൻ്റെ നികൃഷ്ട നില ഓർത്തപ്പോഴുണ്ടായ ദൈന്യം നിമിത്തം വിഷയസുഖങ്ങളിൽ വിരക്തനായി ഭവിച്ചു. താഴെ വിവരിക്കുന്ന ഈ കഥ സ്വഭാര്യയായ ദേവയാനിയോട് കീർത്തനം ചെയ്തു. അപ്പം നമ്മൾക്ക് ശ്രീകൃഷ്ണാവതാരം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾക്ക് എന്ത് കിട്ടണം? വിരക്തി ഉണ്ടാവാൻ സാധിക്കണം. ഈ യയാതി ചരിതം ടിപ്പിക്കലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ വേഷം വേണ്ട, അഴിച്ചു വയ്ക്കണം. സ്നേഹിക്കാം, പ്രേമിക്കാം. ഏത് നിലയിൽ? ഈശ്വരീയമായ നിലയിൽ. അപ്പോൾ ശ്ലോകം 2, ശൃണു ഭാർഗവ്യമും ഭാർഗവ്യമും ഘാതാം മദ്വിധാചരിതം ചരിതാം ഭുവി ധീരായസ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിന. അവിടെ രണ്ടാമത്തെ ഒരു തുടക്കത്തിലൊരു വാക്ക് ഉപയോഗിച്ചു, ധീര. ആ ധീര എന്നുള്ള ശബ്ദത്തിന് അർത്ഥം പറയണം, വേണ്ടേ? ആരൊക്കെ സാധിക്കുള്ളൂ? ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം വേണമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി ലൗകികത്തെ നിരാകരിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോവാൻ, ഭാര്യനെയും കൂട്ടി പോവാൻ സാധിക്കുന്നതാണ് കഥയുടെ വിജയം. അവർക്ക് വേണ്ടി പാടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹേ ഭൃഗുപുത്രി, ഭൂമിയിൽ ഗ്രാമത്തിൽ നിവസിക്കുന്ന യാതൊരുവൻ്റെ ചരിതത്തെ വനത്തിൽ വസിക്കുന്ന ധീരന്മാർ അനുശോചിക്കുന്നുവോ? മോക്ഷേച്ഛുക്കൾ ആൾറെഡി വനത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വല്ലതും കൊള്ളരുതായ്മയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാട്ടിലും എത്തും. അപ്പോൾ എന്നെ പോലെയുള്ളവൻ്റെ ആചാരം അടങ്ങിയിരിക്കുന്ന ഈ കഥയെ ശ്രവിച്ചാലും, അതിൻ്റെ ഭാവാർത്ഥം, ഹേ ഭൃഗുകുലോത്പന്നെ, കുലപരമ്പരാഗതമായ വിവേകം തന്നെ നിനക്കും ഉചിതം. വളരെ സ്പഷ്ടമായിട്ട് ആ ഒരൊറ്റ വാചകം മതി നമ്മുടെ മനസ്സിലിങ്ങനെ മുഴങ്ങണം. എന്താ? കുലപരമ്പരാഗതമായ, നമ്മളൊക്കെ തറവാട്ട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ വിവേകം തന്നെ നിനക്കും ഉചിതം. വിവേകം, അവിടെ ഞാൻ അബലയാണ്, സ്ത്രീ അബലയാണ് എന്ന് പറഞ്ഞിട്ട് വിവേകം വേണ്ട എന്ന് പറയരുത്. വേർതിരിച്ചറിയുന്ന അറിവ്, അതിന് ഉപകരിക്കുന്ന ഒരു ഇതിഹാസം പറയാം, കേൾക്കുക. ഗ്രാമത്തിൽ ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ പോലെയുള്ള യാതൊരുവൻ്റെ ചരിതത്തെ വനത്തിൽ വസിക്കുന്ന ജിതേന്ദ്രിയന്മാരായ ധീരന്മാർ കഷ്ടമെന്നോർത്ത് ഖേദിക്കുന്നുവോ? ആ വിധമുള്ള ചരിതം അടങ്ങിയിരിക്കുന്ന ഈ കഥയെ മനസ്സിരുത്തി കേൾക്കുക. ശ്ലോകം 3, ബസ്തയേ ഗോവനേ കശ്ചിത് വിജിന്നൻ പ്രിയമാത്മന ദദർശ കൂപേ പതിതാം സ്വകർമ്മവശകാമജാം. അസഹായനായ, അസഹായൻ, സഹായിക്കാൻ പറ്റാത്ത ഒരു മേഷം ആട്, മോക്ഷം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത. അപ്പോൾ മേഷം വനത്തിൽ തൻ്റെ പ്രിയത്തെ അന്വേഷിക്കുന്നവനായിട്ട് കൂപത്തിൽ പതിച്ചിരിക്കുന്ന
സ്വകർമ്മത്തിനധീനയായ അജയെ പെണ്ണാടിനെ ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് പറഞ്ഞത്. യയാതി വലിയ ഒരു ധീരനായ ചക്രവർത്തിയായിരുന്നു. ഒരു ദിവസം നായാട്ട് കഴിഞ്ഞ് വെള്ളം കുടിക്കണം, എവിടെയാണ് നല്ല കിണറുള്ളത് ഒന്ന് നോക്കുമ്പോഴാണ് നഗ്നയായ ഈ ശുക്രാചാര്യരുടെ മകളെ കണ്ടുമുട്ടുള്ളത്. അദ്ദേഹം ആൾ വളരെ മിടുക്കനായിരുന്നു. ഉടനെ തൻ്റെ ഉത്തരീയം എടുത്ത് എറിഞ്ഞു കൊടുത്തു, നാണം മറയ്ക്കാൻ. പിന്നെ കൈ കൊടുത്ത് കയറ്റി. അപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങ് എൻ്റെ പാണിഗ്രഹണം ചെയ്തു, ഇനി വേറൊരാൾ എൻ്റെ കൈ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് പിന്നെ ഉള്ള ചരിത്രമൊക്കെ ഉണ്ടായത്. അതാണ് കഥ. അപ്പോൾ സ്വന്തം കഥയാണ് പറയേണ്ടത് നമ്മൾ. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പം ചിലവർ പറയും എന്തിനാ സ്വന്തം കഥകൾ പറയണത്, അവർ വിവരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്, അവർക്ക് കഥ പറയാനുണ്ടാവില്ല. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എൻ്റെ സ്വന്തം കഥകൾ പറയാനുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം എന്താ, അത് ബാറ്ററി ചാർജ് ചെയ്യണ കൂട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, കൂട്ടം വിട്ടു പിരിഞ്ഞ ഏകനായ ഒരു കോലാട്. ഈ കോലാടിനെയാണ് ആണാട് എന്ന് പറയുന്നത്. കാട്ടിൽ തനിക്ക് മുട്ട എന്നും പറയും ചില നാട്ടിൽ. തനിക്ക് ഇഷ്ടമുള്ള സാധനത്തെ തിരഞ്ഞു നടക്കുമ്പോൾ സ്വകർമാധീനയായ ആ ഒരു വാക്ക് സ്വർണ്ണ ലിപിയിൽ എഴുതണം. ഏത് വാക്ക്? സ്വകർമാധീനം. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സുഖദുഃഖാദികൾ അല്ലെങ്കിൽ ആനന്ദം, പരമാനന്ദം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ മാളിൽ പോയാൽ വാങ്ങാൻ പറ്റില്ല, റെക്കമെൻഡ് ചെയ്തിട്ടും കിട്ടില്ല. കർമ്മത്തിൽ കൂടി സ്വകർമാധീനനായ എന്തൊക്കെയോ നല്ല കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പറഞ്ഞോഷയില്ലേ, സ്വകർമാധീനനായ ഒരു പെണ്ണാട് കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടു. ഏകനായ കോലാട് എന്നത് തന്നെ ഉദ്ദേശിച്ചും വനമെന്ന പദം സംസാരത്തെ ഉദ്ദേശിച്ചും. വനം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? സംഘം, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള സംഘം. അങ്ങനെ വേണം. രണ്ടാളുകൾ തമ്മിലായാൽ അത് പിന്നെ സംസാരമായില്ല. ഒരാണും പെണ്ണും കൂടിയുള്ള ജീവിതത്തിനാണ് സംസാരം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയമെന്ന പദം ശബ്ദാദി വിഷയങ്ങളെ ഉദ്ദേശിച്ചും ഓരോ വാക്കുകളുടെയും അർത്ഥമാണ് പറഞ്ഞത്. കൂപപതിയായ അജയെന്ന പദം ദേവയാനിയെ ഉദ്ദേശിച്ചും പ്രയോഗിച്ചിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? കഥ മനസ്സിലായില്ലേ? രണ്ടുപേരും ഇന്ദ്രിയപ്രീതിയെ മാത്രം ആഗ്രഹിക്കുന്നവരായിരുന്നതിനാൽ വിശേഷബുദ്ധിയില്ലാത്ത ആടുമാടുകളെ പോലെയുള്ളവരായിരുന്നുവെന്ന് സൂചിപ്പിച്ചു. ഒരു ചക്രവർത്തി ഞാൻ തെറ്റായ രീതിയിലാണ് നടന്നത് എന്നുള്ളൊരു ബോധം, റിയലൈസേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്? എല്ലാം ചെങ്കോലും കിരീടവും സിംഹാസനത്തിൽ അഴിച്ചു വെച്ച് കാട്ടിലേക്ക് പോണത്. അത് നമുക്കും പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? അധികാരത്തിൻ്റെ പിന്നാലെ പോവാതേണ്ടിരുന്നാൽ മതി. ഇപ്പോൾ രാമായണം മാസം വരികയാണ്. നോട്ടീസ് ഇട്ടാൽ ത്രിദണ്ഡത്തിന് ഒക്കെ ഇത് കിട്ടും. പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം എന്താ? ഞാനൊരു പ്രൊഫഷണലല്ല. ആൾക്കാരെന്ത് ഉദ്ദേശിക്കണോ അത് ഞാൻ പറയില്ല. ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഞാൻ പറയും. അതെല്ലാവർക്കും ധരിക്കില്ല. വേണ്ട, അവർക്ക് സമയമായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ 4-ാമത്തെ ശ്ലോകം പറയണു. തസ്യ ഉദ്ധരണോപായം ബസ്ത കാമീ വിചിന്തയൻ വ്യധത്ത തീർത്ഥമുദ്ധൃത്യ വിഷാണാഗ്രേണ രോദസി. അതായത് തീരപ്രദേശങ്ങളെ കൊമ്പുകളുടെ അഗ്രഭാഗത്താൽ ഉദ്ധരിച്ചിട്ട് പ്രവേശന മാർഗത്തെ വിധാനം ചെയ്തു എന്ന് പറഞ്ഞു. അത്രയാണ് മനസ്സിലായിണ്ടാവില്ല. ഇനി നമുക്ക് ഭാവാർത്ഥത്തെ സ്വീകരിക്കാം. കാമവൃത്തിക്ക് അധീനനായ ആട്, കാമവൃത്തിക്ക് അധീനനായ ആട് ആ പെണ്ണാടിനെ കിണറ്റിൽ നിന്ന് മുകളിലേക്ക് കയറ്റാൻ മാർഗം ചിന്തിച്ചും കൊണ്ട് അതിൻ്റെ കൊമ്പുകളുടെ അഗ്രഭാഗം കൊണ്ട് കിണറ്റിൻകരയിലെ മണ്ണിടിച്ചു തള്ളി കയറാൻ മാർഗമുണ്ടാക്കി.
കിണറ്റിൽ നിന്ന് രാജാവ് ദേവയാനിയെ കയറ്റിയതിനെ സൂചിപ്പിച്ചു. ഒരു ഉപമ പറഞ്ഞിട്ടാണ്. കൊമ്പുകൾ കൊണ്ട് മണ്ണിടിച്ചു തള്ളിയിട്ടെന്ന് പറഞ്ഞത് മൃഗസ്വഭാവത്തെ വർണ്ണിച്ചു എന്നു മാത്രം. അഞ്ചാമത്തെ ശ്ലോകം ഒരു 1.5 ശ്ലോകം, 3 വരി ശ്ലോകമാണ്. നോക്കിക്കോളൂ. സ ഉത്തൈര്യ കൂപാത് ശുശ്രോണീതം യേവചകമേ കില തയാ വൃതം സമുദ്വീക്ഷ്യ ബാഹ്യോ അജ കാന്തകാമിനീഹി പീവാനം ശ്മശ്രുലം പ്രേഷ്ടം മീഢ്വാംസം യാഭഗോപിതം. കൂപത്തിൽ നിന്ന് കയറിയിട്ട് സുന്ദരിയായ അവൾ അവനെ തന്നെ കാമിച്ചുവല്ലോ. അവളോട് കൂടിയവനും ദേഹപുഷ്ടിയുള്ളവനും രോമങ്ങൾ അധികമുള്ളവനും മൈഥുനത്തിൽ സമർത്ഥനും രേതസ്സിനെ ഒഴിക്കുന്നവനും ഒഴിക്കുന്നവനും പരമപ്രേമാസ്പദനുമായി കണ്ടിട്ട് അനേകം പെണ്ണാടുകൾ കാന്തനായിട്ട് കാമിച്ചവരായി ഭവിച്ചു. കാരണം അതിൽ മറ്റേ എന്താ പറയുക, ദാസിയും പെട്ടിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? കിണറ്റിൽ നിന്ന് മുകളിൽ കയറിയ ആ പെണ്ണാട് തന്നെ കയറ്റിവിട്ട ആടിനെ കാമിച്ചു, ഭർത്താവായിട്ട് സ്വീകരിച്ചു. അവളോട് ചേർന്ന ആ ആണാടിനെ അനേകം പെണ്ണാടുകൾ ഭർത്താവായിട്ട് കെട്ടണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഈ കൊറ്റൻ തടിയനും രോമക്കെട്ടുള്ളവനാകയാൽ രതിസമർത്ഥനും രേതസ്സിനെ ഒഴുക്കുന്നവനും മൈഥുനത്തിൽ ക്ഷീണിക്കാത്തവനുമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ശർമ്മിഷ്ഠയെയും അവളുടെ ദാസിമാരെയും സൂചിപ്പിച്ചതാകുന്നു. ഏതൊരു പുരാണത്തിലാണ് നിങ്ങൾ ഇത്ര പച്ചയ്ക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുക? ആക്ച്വലി ഇത് ആത്മീയമാണ്. ആത്മീയത്തിൽ നിന്ന് ലൗകികമായ ഒരു ചിന്താവിശേഷം ഇവിടെ വരുന്നില്ല. കാരണം വ്യാസർ ഏത് രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ രീതിയിലാണ് ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പരീക്ഷിത്തോ 4-ാം ദിവസം വൈകുന്നേരം അവതാരം വരുന്നതിൻ്റെ മുമ്പേ ജീവിതത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു. ആ സപ്താഹം കഴിയണോട് കൂടിയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടണു? ശ്രീഹരിയുടെ പദത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ പറഞ്ഞ കഥകളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയിൽ ഉണ്ടായിരിക്കണം. എല്ലാവരിലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഉണ്ടായവരൊക്കെ രക്ഷപ്പെടും, ഉറപ്പാണ്. അപ്പോൾ പറയണു 6-ാമത്തത്, സ ഏകോ അജവൃഷസ്താസാം ബഹ്വീനാം രതിവർദ്ധന രേമേ കാമഗ്രഹഗ്രസ്ത ആത്മാനം ന അവബുദ്ധ്യത. അതായത് ആ ഏകനായ ആട് കാമനാകുന്ന ഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടവനും ബഹുക്കളായ അവർക്ക് പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ട് രമിച്ചു. ആത്മാവിനെ അവബോധിച്ചില്ല, തന്നിലുള്ള ദൈവീക പരിവേഷത്തെ ഉൾക്കൊണ്ടില്ല. അതാണ് ഇനി പറയാൻ പോണ ഭാവാർത്ഥത്തിൽ. ആടുകളിൽ വെച്ച് ബലവാനും ശ്രേഷ്ഠനുമായ ആ ഒരാട് കാമപിശാചിന് അധീനമായി. ഇതിനേക്കാൾ ഭാരമുള്ളൊരു വാക്കുണ്ടോ ഇതിൽ? എന്താ പറഞ്ഞത്? കാമപിശാചിന് അധീനനായി അനേകം പെണ്ണാടുകളുടെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിച്ചു. ആത്മസ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ഓരോ ശ്വാസനിശ്വാസത്തിലും ആത്മാവിനെ പറ്റിയുള്ള ബോധം ഉദിക്കണം നമ്മൾക്ക്. അവിടെയാണ് വ്യത്യാസം. എല്ലാവർക്കും പട്ടാമ്പിക്ക് കിട്ടിയ കൂട്ടത്തിൽ ഒരു കരുണാകരൻ പിള്ള സാറിന് കിട്ടിയിട്ടില്ല. അതൊരു ജീവിത ദൗത്യമാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മരിച്ച് ഭൗതിക ശരീര ഭസ്മം അല്ലേ, അങ്ങനെയല്ലേ പറയാം, ടാറ്റാനഗറിൽ കൊണ്ടുപോയി ഒഴുക്കി
തൻ്റെ ചെറുമകളെ കാണാൻ വേണ്ടി IIT-യിൽ വരികയാണ്, ക്യാമ്പസിൽ വരികയാണ്. അങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്. അതൊരു പ്രസ്ഥാനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ പ്രസ്ഥാനം ഭാഗവതമാകുന്ന സുധ ഒഴുക്കുന്ന ഒരു നദിയായിട്ട് മാറുകയാണ്. ഏതാ നദി എനിക്കറിയില്ല. ഭാഗവത സുധയാണ് ആ നദി കൂടെ പോണത്. അത് ശ്രീകൃഷ്ണ കഥാമൃതാണെങ്കിലും ശരി, നാരായണ ജപമാഹാത്മ്യാണെങ്കിലും ശരി, മൂലം ഭാഗവതാണെങ്കിലും ശരി. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മസ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾക്ക് അതിന് സന്ദർഭം തന്നു ഗുരുവായൂരപ്പൻ. ഞാൻ അത്രേ പറയുള്ളൂ. 7ാമത്തെ ശ്ലോകം. തം ഏവ പ്രേഷ്ഠതമയാ രമമാണമജാന്യയാ വിലോക്യ കൂപസംവിഘ്ന അമൃഷ്യത് ബസ്തകർമ്മ തത്. അതിപ്രേമയുക്തയായ അന്യയോടുകൂടി രമിക്കുന്ന അവനെ തന്നെ നോക്കിയിട്ട് കൂപത്തിൽ അകപ്പെട്ട അജ ആ ബസ്തകർമ്മത്തെ സഹിച്ചില്ല അല്ലേ? എന്നിട്ടാണല്ലോ അച്ഛൻ്റെ അടുത്തേക്ക് പോയി വഴിയിൽ വെച്ച് ഇയാൾ കാല് പിടിക്കും കൂടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, തൻ്റെ ഭർത്താവ് അന്യയായ പെണ്ണാടിനോടുകൂടി അതിപ്രീതിപൂർവം രമിക്കുന്നതിനെ കണ്ടപ്പോൾ കൂപത്തിൽ വീണ് കിടന്നിരുന്ന ആട് സ്വപ്രിയതമൻ്റെ ആ പ്രവൃത്തിയെ സഹിച്ചില്ല. 8ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തം ദുർഹൃദം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ. എന്താണ് ആ ഒരു വരിയുടെ പ്രേമം മുറ്റി നിൽക്കുന്ന വാക്കുകളാണ്. നോക്കിക്കോളും. ദുഷിച്ച ഹൃദയത്തോടു കൂടിയവനും സുഹൃത്ത് എന്ന് നടിക്കുന്നവനും ക്ഷണകാലം മാത്രം നിലനിൽക്കുന്ന സ്നേഹത്തോടു കൂടിയവനും ഇന്ദ്രിയ സുഖത്തിൽ രമിക്കുന്നവനും കാമിയുമായ അവനെ ഉപേക്ഷിച്ചിട്ട് ദുഃഖിച്ചവളായിട്ട് സ്വാമിയെ പ്രാപിച്ചു. അതായത് എല്ലാവർക്കും ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യർ അവർക്ക് അച്ഛനാണ്. അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആ വാക്ക് കാപ്യത്യമുള്ളവനെന്നാ. സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ, അവളുടെ അടുത്ത് തന്നെ അവളുടെ ദാസിയായിട്ട് നിൽക്കുന്നവളെ പ്രാപിക്കുക. കാപ്പട്യമുള്ളവനും ബന്ധുവിൻ്റെ നില നടിക്കുന്നവനും തൻ കാര്യം കഴിയുന്നത് വരെ മാത്രം സ്നേഹം ഭാവിക്കുന്നവനും ഇന്ദ്രിയ സംതൃപ്തിക്കു വേണ്ടി മാത്രം രമിക്കുന്നവനും കാമിയുമായിരിക്കുന്നു സ്വപ്രിയതമൻ എന്ന് കണ്ടപ്പോൾ ആ പെണ്ണാട് പ്രിയതമനെ വെടിഞ്ഞ് തൻ്റെ ഉടമസ്ഥൻ്റെ അരികത്തേക്ക് പോയി. ശർമ്മിഷ്ഠയെ സ്വീകരിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ശുക്രസമീപത്തേക്ക് ദേവയാനി പോയതിനെ സൂചിപ്പിച്ചിരിക്കുന്നു. ഞാൻ സപ്താഹം കേൾക്കുന്ന മഹതി മഹാന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. 4-ാം ദിവസം ഉച്ചതിരിഞ്ഞിട്ടാണ് ഈ ഭാഗങ്ങൾ വരിക. എന്നാലല്ലേ ദശമസ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ കൃഷ്ണാവതാരം വരുള്ളൂ. എത്ര വലിയ വലിയ ആചാര്യന്മാർ, മഹാന്മാരായിട്ടുള്ള ശ്രോതാക്കൾ ഈ യയാതി ചരിത്രത്തിൻ്റെ എസൻസ് എത്ര ആൾ കേട്ടിട്ടുണ്ടാവും? വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. ഇത്രയും പിൻ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ സ്വയം പഠിക്കാതെ കണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ആർക്കാ ആവശ്യം? ആചാര്യനല്ലല്ലോ ആവശ്യം, ശ്രോതാക്കൾക്കല്ലേ ആവശ്യമാവേണ്ടത്. 9-ാമത്തെ ശ്ലോകം പറയണു. സ അപി ച അനുഗത സ്ത്രൈണ കൃപണസ്താം പ്രസാദിതും. പ്രസാദിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? കൃപണസ്താം, നന്ദില്ലാത്തവനെ കൃപണൻ എന്ന് പറയാം. കുറുവന്നിടവിടാകാരം ന അശക്നോൽപതി സന്ധിതും. എന്താ പറഞ്ഞേ? സ്ത്രീവശനും ദീനനുമായ അവനും
അവളെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് ചില ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിട്ട് പിന്നാലെ ഗമിച്ചു. വഴിയിൽ പ്രസാദിപ്പിക്കുവാൻ ശക്തനായില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. സ്ത്രീക്ക് അധീനനും ഇന്ദ്രിയാരാമനായതുകൊണ്ട് ആത്മാരാമത്വം ആണ് വേണ്ടത്. അതുണ്ടെങ്കിൽ ഈ കഥ ഉണ്ടാവില്ലല്ലോ. ഇന്ദ്രിയാരാമനായതുകൊണ്ട് ദുഃഖിതനുമായ ആ ആണാടും സ്വജാതി സഹജമായ ചില വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും കൊണ്ട് പെണ്ണാടിൻ്റെ പിന്നാലെ ചെന്നു. വഴിയിൽ വെച്ച് സ്വാന്തനം ചെയ്തുവെങ്കിലും പ്രസാദിപ്പിക്കുവാൻ ശക്തനായില്ല. മുഷിഞ്ഞുപോയ ദേവയാനിയോട് വഴിയിൽ വെച്ച് ചെയ്ത സ്തുത്യാദി വചനങ്ങൾ വ്യർത്ഥമായതിനെ സൂചിപ്പിക്കുന്നു. അപ്പം എങ്ങനെയെങ്കിലും ദേവയാനിക്ക് ആത്മാരാമത്വം പ്രദാനം ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം അദ്ദേഹം. ഒരു ഗുരുനാഥൻ്റെ അവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? 10ാമത്തെ ശ്ലോകം. തസ്യാസ്തത്ര ദ്വിജ കശ്ചിത് ജാസാമ്യച്ചിനൽ ഋഷാം ലംബന്തം വൃഷണം ഭൂയാ സന്ധതേ അർത്ഥായ യോഗവിത്. ആ അജയുടെ നാഥനായ, അവിടെ അജന്നല്ല അജ ആടെന്നർത്ഥം. അജയുടെ നാഥനായ, അതായത് യയാതി ഒരു ബ്രാഹ്മണൻ രോഷത്താൽ ഇഴഞ്ഞുകിടക്കുന്ന വൃഷണത്തെ, അണ്ഡത്തെ ഛേദിച്ചു. രണ്ടാമതും സ്വകാര്യം സാധിക്കാനായി കൊണ്ട് ഉപായജ്ഞൻ സന്ധിപ്പിച്ചു. അതായത് ഒരു ശാപം കൊടുത്തു, പിന്നെ അതിലൊന്ന് എന്താണെന്നാ പറയുക, പിന്നെ എന്താ പറയുക, അത് യയാതി മക്കളോട് വരം ചോദിച്ചു. എന്ത് ചോദിച്ചു? യുവത്വം. ആദ്യത്തെ ആൾ തന്നില്ല. ബാക്കിയുള്ള മൂന്നാൾക്കാരും കൊടുത്തില്ല. അപ്പം 4 കൊടുത്തില്ല. പിന്നെ 4ാമത്തെ ആളാണ് എന്ത് ചെയ്തത്? ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹത്തിനെ കുരങ്ങ് കളിപ്പിക്കാൻ വിട്ടത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ആ പെണ്ണാടിൻ്റെ ഉടമസ്ഥനായ ഒരു ബ്രാഹ്മണൻ, അതായത് പിന്നെ ശുക്രാചാര്യരെ ദേഷ്യം നിമിത്തം കൊറ്റനാടിൻ്റെ ഇഴിഞ്ഞു കിടക്കുന്ന അണ്ഡത്തെ മുറിച്ചു കളഞ്ഞു. ഉടൻ തന്നെ ഉപായജ്ഞനായ ദ്വിജൻ സ്വന്തം കാര്യം സാധിപ്പാൻ വേണ്ടി, അതായത് ഇയാൾക്ക് ജര കൊടുത്തിട്ടുണ്ടെങ്കിൽ മകൾക്ക് ചെറുപ്രായത്തിൽ വന്ധ്യത വന്ന മാതിരിയും, അങ്ങനെയാണല്ലോ ജീവിതം അനുഭവിക്കാനുള്ളതാണല്ലോ. ആ വാക്കുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദർശനമുണ്ടോ? അപ്പോൾ പറഞ്ഞു, വേണ്ടി മുറിച്ചു കളഞ്ഞ അണ്ഡത്തെ സന്ധിപ്പിച്ചു. ആ ദ്വിജൻ സ്വന്തം കാര്യം, സ്വന്തം മകൾക്ക് കിട്ടേണ്ട സുഖം കിട്ടാതെയിരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഒരു അനുനയം ഉണ്ടായത്. അപ്പോൾ പിന്നെ കുട്ടികളിൽ നിന്ന് ആരെങ്കിലും തരികയാണെങ്കിൽ വാങ്ങിക്കോ, ആസ്വദിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ശുക്രമുനിയുടെ ശാപത്താൽ ജര ബാധിച്ചതിനെയും പുത്രസ്നേഹം നിമിത്തം ജരയെ മാറ്റം ചെയ്യാൻ ആഗ്രഹിച്ചതിനെയും സൂചിപ്പിച്ചിരിക്കുന്നു. 11ാമത്തെ ശ്ലോകം. സംബന്ധവൃഷണ സോവീഹൃജയാ കുപകൂപലബ്ധയാ കാലം ബഹുദിധം ഭദ്രേ കാമൈൽ നാദ്യാഭിതുഷ്യതി. സംബന്ധിക്കപ്പെട്ട വൃഷ്ണത്തോടു കൂടിയ അവനും കൂപത്തിൽ നിന്ന് ലഭിച്ച ആടിനോടുകൂടി അധികം കാലം കാമങ്ങൾ കൊണ്ടും ഇപ്പോഴും സന്തോഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും മതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു സുദിനത്തിലെ മോക്ഷത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ പറഞ്ഞു, വൃഷണം സന്ധിപ്പിച്ചത് കൊണ്ട് മൈഥുന സമർത്ഥനായി ഭവിച്ച ആണാട് കൂപത്തിൽ നിന്ന് ലഭിച്ച പെണ്ണാടിനോടുകൂടി ചേർന്ന് ബഹുകാലം കാമഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹേ ശോഭനെ, ഇന്നും സംതൃപ്തനായിട്ടില്ല എന്ന് പറഞ്ഞു. 12ാമത്തെ ശ്ലോകം. 12ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. തഥാഹം കൃപണ ശുഭ്രൂ ഭവത്യാ പ്രേമയന്ത്രിത
ആത്മാനം ന അഭിജാനാമി മോഹിതസ്തവ മായയാ. അതായത് സുന്ദരി, അപ്രകാരം ദീനനായ ഞാൻ ഭവതിയുടെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ടവനും നിന്റെ മായയാൽ മോഹിക്കപ്പെട്ടവനുമായിട്ട് അറിയുന്നില്ല. ഞാൻ എൻ്റെ ഭാവാർത്ഥം കണ്ടു നിർത്താം. ഇതുവരെ അന്യാപദേശമായി പറഞ്ഞ കഥാസാരത്തെ സ്പഷ്ടമായിട്ട് തന്നെ തൻ്റെ കഥയോട് യോജിപ്പിച്ചു പറയുന്നു. ഹേ സുന്ദരി, ആ ആടിനെ പോലെ ഇന്ദ്രിയാധീനനും നിന്റെ പേരിലുള്ള പ്രേമപാശത്താൽ ബന്ധിക്കപ്പെട്ടവനും നിന്റെ വിലാസാദി ചേഷ്ടകളാൽ മോഹിച്ചിരിക്കുന്നവനുമായ ഞാൻ ദേഹവിലക്ഷണനായിരിക്കുന്ന ആത്മാവിനെ അറിയാതെ തന്നെ ഇരിക്കുന്നു. ഒരു കമ്മിറ്റ്മെൻ്റാണത്, ഒരു കൺഫെഷനാണത്. പക്ഷേ ദേഹവിലക്ഷണനായിരിക്കുന്ന, ദേഹലക്ഷണമല്ല, വിലക്ഷണൻ. ദേഹമായിട്ട് ഒരു ബന്ധുവില്ല അദ്ദേഹത്തിന്. പറഞ്ഞോ? അതുകൊണ്ടാണ് നമ്മൾ ബഹുഭൂരിപക്ഷ ആൾക്കാരും ആത്മാരാമന്മാരാവാതേണ്ടിരിക്കാനുള്ള കാര്യം എന്താ? ഈശ്വരൻ ക്ഷേത്രത്തിൽ മാത്രമാണ് എന്നുള്ള മായയിൽ കുടുങ്ങിയിട്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ ബഹുസമർത്ഥമായിട്ട് കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നു. എങ്ങനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു തിരിയിൽ നിന്ന് 1000 ചെരാത് കത്തിക്കാം. ഒരു ഇലക്ട്രിക് ബൾബിൽ നിന്ന് ഒരു 0 വാട്ട് കൂടി കത്തില്ല. മനസ്സിലായില്ലേ? എല്ലാം ഒരേ പ്രഭ തരുന്ന ബൾബാണെങ്കിലേ കത്തുള്ളൂ. അല്ലെങ്കിലോ 100 വാട്ടിൻ്റെ 10 സീരിയൽ കൊടുത്തു വിചാരിക്കാം, അത് കത്തും. അതിൽ 1 0 ആണെങ്കിൽ 0 കത്തില്ല. കാരണം എന്താ? ഫ്ലോ മുഴുവൻ വലുതിലേക്കാണ് പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ ദേഹവിലക്ഷണനായിരിക്കുന്ന ആത്മാവിനെ ദേഹത്തിൽ ഇരുന്നിട്ട് കൂടി നമ്മൾക്ക് മനസ്സിലാവാതെ കണ്ടിരിക്കാനുള്ള കാരണം തിരിഞ്ഞു നോക്കാൻ സാധിക്കണം. ഒരു യൂട്ടേൺ എടുക്കണം. കണ്ണുകളെ അടച്ച് മനസ്സാകുന്ന കണ്ണുകൊണ്ട് മനക്കണ്ണ് തുറക്കണം എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.